വീട്ടുജോലിക്കാരുടെ കഥനകഥകൾക്ക് അവസാനമില്ല. സൗദി അറേബ്യയിലെ റിയാദിലേക്ക് വീട്ടുജോലിക്കായി പോയ സിന്ധുവിന് കൊടിയ പീഡനങ്ങളാണ് കാത്തിരുന്നത്. പീഡനങ്ങൾക്കൊടുവിൽ സിന്ധു മാനസികമായി തകർന്നു. അപസ്മാരം ഉൾപ്പെടെയുള്ള പല രോഗങ്ങൾക്കും സിന്ധു ഇന്ന് അടിമയാണ്. സിന്ധുവിനെ തിരികെ എത്തിക്കണമെന്ന അഭ്യർത്ഥനയുമായിട്ടാണ് ഈ കുടുംബം ഇന്ന് പ്രവാസ ലോകത്തെ തേടിയെത്തിയിരിക്കുന്നത്. സിന്ധുവിന്റെ ആരൊക്കെ നിങ്ങള്? അമ്മ ആരാ? ഇത് മകള്. ഇത് മോടെ ഭർത്താവിന്റെ അമ്മ. മനസ്സിലായി. സിന്ധു പോയിട്ട് എത്രയായി? 5 മാസം. ഓ, 5 മാസം. 5 മാസമായി. ഇതിനു മുമ്പ് പോയിട്ടുള്ള ആളാണോ? പോയിട്ടുണ്ട്. ഉണ്ട്. അവിടെ സൗദി അറേബ്യയിൽ തന്നെയാണ്? അല്ല, അവിടെ ദുബൈയിൽ ഒരു കടയിൽ നിൽക്കാനായിരുന്നു പോയത്. ഇപ്പൊ എവിടെയാണ്? സൗദി. ഇപ്പൊ സൗദിയിലല്ലേ? അപ്പൊ സൗദിയിൽ മുമ്പ് പോയിട്ടില്ല. ഇപ്പൊ എന്തിനു വേണ്ടിട്ടാ കൊണ്ടുപോയത്? വീട്ടു ജോലിക്കാ. ആരാ കൊണ്ടുപോയത്? അവിടെ എന്റെ ഏജന്റായിട്ട് നിന്ന് ഞങ്ങൾക്കുള്ളൊരു പെണ്ണ. ആരാ? എന്താ പേര്? അതിനകത്തുണ്ട് റാണി. റാണി എന്ന് പറയും. റാണി എവിടുത്തെ ഏരിയ? അവിടെ പടപ്പനാലുകാരി. പടപ്പനാല് തന്നെ എവിടെയാ? പത്തനംതിട്ടക്കടുത്ത്. ഈ പത്തനംതിട്ട ഭാഗത്താണല്ലോ കൂടുതൽ ആളുകളെ കൊണ്ടുപോകുന്നത്. ഈ റാണി ഇപ്പൊ ഇതിന്റെ ഏജന്റാണ്. റാണി മാത്രാവില്ലല്ലോ ഏജന്റ്. റാണിയുടെ മേലൊരാളുണ്ടാവും. അതിന് അയാള് സൗദിയിലുണ്ട്. അയാള് സൗദിയിലുണ്ട്. അയാളാണ് കൊണ്ടുപോയത്. എത്ര രൂപ കൊടുത്തു? നിങ്ങൾ കാശ് വല്ലതും കൊടുത്തു? ഇല്ല, ഒന്നും കൊടുത്തില്ല. ചെന്നിറങ്ങിയപ്പോ തന്നെ വിളിച്ച് കരഞ്ഞും കൊണ്ട് പറഞ്ഞ് ഇവിടെ ഭയങ്കര വിഷമമാണ്, 3 പിള്ളേരുണ്ട്, ഞാൻ വന്ന് ക്ഷീണിച്ച് വന്ന് കസേരയിലോട്ട് ഇരുന്ന് 3 കൂടെ വന്ന് എന്നെ തെള്ളിയിട്ട് ഇറങ്ങിയ നിമിഷം ആ സമയം തന്നെ വിളിച്ച് പറഞ്ഞു ഇവിടെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പം വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഒരടി കിട്ടി. അതിനുശേഷം എനിക്ക് ജന്നി പറ്റുന്നെന്ന് പറഞ്ഞു. അങ്ങനെ പോവങ്ങളങ്ങനെ എത്രയോ പ്രാവശ്യം ഈ TV ചാനലുകളിലൂടെ ഗവൺമെന്റിന്റെ ഇതിലൂടെ പബ്ലിക് അനൗൺസ്മെന്റിലൂടെ ഒക്കെ എത്രയോ തവണ പറഞ്ഞതാണ്. നിങ്ങൾ പോകുമ്പോൾ കോൺട്രാക്ട് ഉണ്ടാവണം. നിങ്ങൾ എന്തിനാ പോകുന്നത്? എത്ര രൂപ ശമ്പളം? ആരാ കൊണ്ടുപോകുന്നത്? എന്താ കൊണ്ടുപോകുന്നത്? ഇതൊക്കെ ഉണ്ടെങ്കിലല്ലേ പോകാൻ പാടുള്ളൂ. ഇത് എത്രയോ തവണ കേന്ദ്ര ഗവൺമെന്റോ സ്റ്റേറ്റ് ഗവൺമെന്റോ ഒക്കെ തന്നെ അവരുടെ TV-യിലൂടെ പറയാറ്. അങ്ങനെ ചതിക്കപ്പെടരുത്, ശരിയായ വിസയിൽ പോകാൻ പാടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഈ പാവപ്പെട്ട ആളുകൾ ചതിക്കപ്പെടുമ്പോൾ നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും? അപ്പോൾ എത്രയോ കേസുകളുണ്ട് ഇതുപോലെ കൊണ്ടുപോയത്. അതായത് ശരിയായ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന ആളുകളാണ്. സിന്ധുവിന് എത്ര മക്കളാ? 2 മക്കള്. ഈ കുട്ടിനെ കല്യാണം കഴിച്ചു. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? അവന് സുഖമില്ല. അവൻ മരത്തിൽ നിന്ന് വീണ് സുഖമില്ലാതെ സ്തംഭിച്ചു കിടക്കും. ഇപ്പൊ സുഖമായി എങ്കിലും ഈ കഴുത്തിന് ഇപ്പോട്ട് തളർന്നു പോയതായിരുന്നു. ഇന്നിപ്പോ കുറച്ച് സുഖമായിട്ടുണ്ട്. നടക്കുകയൊക്കെ ചെയ്യും. ഇത് കുറെ ആളുകളുണ്ട് ഇങ്ങനെ. ഇപ്പോ നിങ്ങളവിടെ ആരെങ്കിലും ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ പരാതി കൊടുക്കുകയോ ചെയ്തിരുന്നു? ഞങ്ങൾ ആദ്യമേ DSPക്ക് കേസ് കൊടുത്തായിരുന്നു കൊല്ലത്ത്. അങ്ങനെ DSP സാറ് ഒരു കത്ത് അന്ന് CA സാറിന് കൊടുക്കാൻ കൊല്ലത്ത്. അങ്ങനെ CA സാറിന് കൊടുത്ത് അവസാനം CA സാറ് SI സാറിന് കൊടുത്ത്. അന്നേരം അവര് പറഞ്ഞ് ഞങ്ങളിവിടെ നിന്നുകൊണ്ട് എന്തോ ചെയ്യാനാന്ന് ഇതിന്റെ ഈ ആളുകളെ പേരിൽ കേസ് എടുക്കണം. എന്താ ചെയ്യില്ലേ? അന്നേരം ഞാൻ തിരുവനന്തപുരത്തൊക്കെ ഇതിന്റെ ഓഫീസുണ്ട്, നിങ്ങൾ അവിടെ പോയി ബന്ധപ്പെടുന്നു പറഞ്ഞു. അമ്മയുടെ എപ്പോഴും വിളിക്കാറുണ്ടായിരുന്നത്. ഞാൻ എന്നെ ഒരു വട്ടം മാത്രമേ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ വിളിച്ചിട്ടില്ല. ചെന്നതിന്റെ ഒരാഴ്ച കഴിഞ്ഞപ്പോ തന്നെ മൊബൈല് മേടിച്ച് വെച്ചെന്ന് പറഞ്ഞ അറിവ്. പിന്നെ പ്രവാസിന്നാന്ന് ഞങ്ങൾക്ക് ഇതുവരെ ഒന്നും തന്നിട്ടില്ല. അന്നേരം ഈ പ്രവാസിന്നാന്ന് ഈ ജന്നി വന്ന് കിടക്കുന്ന ഫോട്ടോ ഒക്കെ എടുത്ത് അയച്ചു തന്നത്. അങ്ങനെ ഇവിടെയും അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് മുകേഷ് സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് മുകേഷിന് നമ്മുടെ കൊല്ലത്തെ ഒന്നും വിളിക്കുന്നതുമില്ല. വിളിച്ചിട്ട് കഴിഞ്ഞ ആഴ്ച ഞാനിപ്പോ ആളെ വിളിച്ച് അയാൾ 2 മാസം കൊണ്ട് ഓരോ ഞായറാഴ്ച അവധി പറയുന്നത്. ആശിക്ക് ഇങ്ങനെ ഇപ്പം 3-4 ദിവസത്തിനപ്പുറം വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ നിങ്ങൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് ഇറങ്ങിയ നിങ്ങളുടെ മോടെ പൊടി പോലും കിട്ടില്ല, അവന്റെ തുമലാണല്ലോ ജീവിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പോലും ഒക്കത്തില്ലെന്ന് പറഞ്ഞു.
നമുക്ക് നോക്കാം. എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ എനിക്ക് 2 മക്കളെ ഉള്ളു, 2 പെൺപിള്ളേര്. ആ പിള്ളേരും ഇല്ലെന്നെങ്കിൽ ഇതിന്റെ പറയുന്നത് ഇറങ്ങാൻ ആണുങ്ങളും ആരും ഇല്ല. പ്രവാസലോകം പ്രവർത്തകരോടാണ് ഇത്തരത്തിലുള്ള നിരവധി കേസുകളാണ് ഞങ്ങളുടെ 17 കൊല്ലത്തെ പ്രവാസലോകത്തിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വീട്ടുജോലിക്ക് കൊണ്ടുപോയി അനധികൃതമായി കൊണ്ടുപോയി പീഡിപ്പിക്കുന്നവരുടെ കഥകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആധിക്യം കണ്ട് ഞങ്ങൾ തന്നെ അമ്പരപ്പോട് കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ബഹുമാനായ നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുകയും അദ്ദേഹത്തിനെ ഈ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കാര്യം തീർച്ചയാണ്, ഇത്തരത്തിൽ മനുഷ്യക്കടത്ത് നടത്തുന്ന ആളുകളെ മനുഷ്യക്കടത്തിന് ഉള്ള നിയമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പേരിൽ കേസ് എടുക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. പോലീസ് ഈ തരത്തിൽ കാണിക്കുന്ന ഇത്തരത്തിൽ പരാതികൾ വരുമ്പോൾ അടിയന്തരമായി കൊണ്ടുപോകുന്ന ആളുകളുടെ പേരിൽ മനുഷ്യക്കടത്തിന് കേസെടുക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത് ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഈ മൈഗ്രേഷനെ മറികടന്നുകൊണ്ട് ആളുകളെ കൊണ്ടുപോവുകയും അവിടെ പീഡിപ്പിക്കുകയും മനുഷ്യത്വരഹിതമായി പെരുമാറുകയും അതുപോലെ തന്നെ ഭക്ഷണം കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇവർക്ക് സിന്ധുവിന് 5 മാസമായിട്ട് ശമ്പളമില്ല, അവർക്ക് സുഖമില്ല. അത്തരത്തിലുള്ള നിരവധി ബുദ്ധിമുട്ടുള്ള ആളുകളെയാണ് കൊണ്ടുപോകുന്നത്. അവർ ഗൾഫ് മേഖലകളിൽ പരിചയമില്ലാത്ത ആളല്ല, അവർ ദുബായിൽ പോയി ജോലി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളോട് കാണിക്കുന്ന ക്രൂരമായിട്ടുള്ള നടപടിക്കെതിരെ എംബസികളിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഞങ്ങളുടെ ആളുകൾ പല രീതികളിൽ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നുണ്ട്. പ്രവാസലോകം അതിൻ്റേതായുള്ള രീതിയിൽ എല്ലാ ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, പോലീസ് ന്യായമായിട്ട് ഈ തരത്തിലുള്ള കേസുകളിൽ ഇടപെട്ട് കേസെടുക്കണമെന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ അത് പിന്നെ റിയാദിലല്ലേ അല്ലെങ്കിൽ സൗദി അറേബ്യയിലല്ലേ ദുബൈയിലല്ലേ എന്നുള്ളതല്ല. നിങ്ങൾ ഈ കൊണ്ടുപോയ ഏജന്റിനെതിരെയാണ് മനുഷ്യക്കടത്തിന് കേസെടുക്കേണ്ടത്. അപ്പോൾ അത് തീർച്ചയായിട്ടും പോലീസിൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. നിരാലംബരായ മനുഷ്യരാണ് ഇത്തരത്തിൽ കബളിപ്പിക്കപ്പെടുന്നത് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഒന്നിനും ഗതിയില്ലാത്തവരാണ് വീട്ടുജോലിക്ക് പോകുന്നത്. അപ്പോൾ അവരെ സഹായിക്കേണ്ട ചുമതലയുള്ള പോലീസും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ്റും ഒക്കെ തന്നെ മിണ്ടാതിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. എംബസികൾക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്വവും നമ്മൾ കാണുന്നില്ല. എംബസിയിൽ ഇത്തരത്തിലുള്ള കേസുകൾ വരുമ്പോൾ അവർ കൈയൊഴിയുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ കൂടി വെച്ചുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, ഇത്തരത്തിലുള്ള കുടിയേറ്റങ്ങൾ ഒഴിവാക്കുക. ജോലി അന്വേഷിച്ച് പോകുന്ന ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നിയമപരമായിട്ടുള്ള വഴികളിലൂടെ മാത്രം നിങ്ങൾ ജോലി അന്വേഷിച്ച് പോകുക. നിയമപരമല്ലാത്ത എല്ലാ തരത്തിലും നിങ്ങളെ സമീപിക്കുന്ന ആളുകളോട് നിങ്ങൾക്കുള്ള കോൺട്രാക്റ്റും മറ്റുള്ളതും ചോദിക്കുക. അതിനുശേഷം യാത്ര ചെയ്യുക. ഇത്തരത്തിലുള്ള ദുരിതങ്ങളിലേക്ക് പോകാൻ വേണ്ടി നിങ്ങൾ പോകരുത് എന്നാണ് എല്ലാ വീട്ടുതൊഴിലിന് പോകുന്ന ആളുകളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരത്തിൽ ഏജന്റുമാരായി പ്രവർത്തിക്കുന്ന ആളുകളോട്, കേരളത്തിൽ നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഇനിയും ചെയ്യാൻ പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാൻ കൈരളി ചാനലും പ്രവാസ ലോകവും ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. ഞങ്ങൾ കൊണ്ടുവരും. ഞങ്ങൾക്ക് വിശ്വാസമുള്ളൊരു ഗവൺമെൻറ് കേരളത്തിലുണ്ട്. ചലിക്കുന്നൊരു മുഖ്യമന്ത്രിയുണ്ട്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ മുഴുവൻ അറിയുന്ന ഒരാളാണ്. അദ്ദേഹം ഈ കാര്യങ്ങളിൽ അതിശക്തമായിട്ടുള്ള നടപടിയെടുക്കാൻ പോകുന്ന ആളാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഈ മനുഷ്യക്കടത്ത് ഈ ഏജന്റുമാർ നിർത്തണമെന്ന് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. സിന്ധുവിനെ വളരെ വേഗത്തിൽ അയക്കുന്നതാണ് ആഷിക്കിന് നല്ലത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊടി പോലും കാണില്ല എന്നൊക്കെ ആഷിക്ക് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാവും. ആഷിക്ക് ഈ നാട്ടിലാവും നടക്കുന്നതല്ല മോനെ. അപ്പോൾ അതൊക്കെ ആഷിക്കും കൂടി നല്ലോണം ആലോചിച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ഭീഷണികളൊക്കെ, ആ ഭീഷണികളൊന്നും നല്ലതല്ല. നിങ്ങൾ ചിലപ്പോൾ നല്ലത് ഉദ്ദേശിച്ച് ചെയ്താവും, അറബി വിട്ട് കിട്ടാതെ ആയിരിക്കും. അതിലൊന്നും ഇപ്പോൾ പക്ഷേ നിങ്ങൾ ഈ വിഭാഗങ്ങളുടെ പക്ഷത്ത് നിന്ന് നിങ്ങൾ കൊണ്ടുപോകുന്ന ആളുകളെ സംരക്ഷിച്ചു കൊണ്ടുവരേണ്ട ഉത്തരവാദിത്തം കൂടി നിങ്ങൾക്കുണ്ട് എന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ മുന്നിൽ നിരവധി കേസുകൾ ഇന്നും വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേ, നമുക്ക് എന്തായാലും നമുക്ക് ക്ഷമിക്കാം. മുഖ്യമന്ത്രി ഇടപെടും. നിങ്ങൾ പോലീസിൽ പോയിട്ട് ഒന്നും കൂടിയും പറയാം.
ഇവിടുത്തെ NRI സെൽ എന്ന് പറഞ്ഞിട്ടൊരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അവരെ പോയിട്ടൊന്ന് കാണുക, അവിടുത്തെ SP പോയിട്ട് കാണുക, പരാതി കൊടുക്കുക. ശരി.